രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ഭരതസ്യാഥ പക്ഷ്യോ വാ യോ വാസ്യ ഹിതമിച്ഛതി. ഇനി ഭരതന്റെ ആളുകൾ, അവന്റെ പക്ഷം പിടിക്കുന്നവർ, ഭരതന് കിരീടം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ഭരതന്റെ സഹായത്തിന് എത്തി നിൽക്കുന്നവർ, ഭരതന് വേണ്ടി വാദിക്കുന്നവർ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? സർവാംസ്താംശ്ച വധിഷ്യാമി. അവരെ മുഴുവൻ ഞാൻ അമ്പുകൾ കൊണ്ട് വധിക്കും. എന്തുകൊണ്ടെന്നാൽ അത് അങ്ങയെ കിരീടം ധരിപ്പിക്കുന്നതിന് ആവശ്യമാണ്. കിരീടം അങ്ങയ്ക്ക് അവകാശപ്പെട്ടതാണ്. അത് ഇക്ഷ്വാകുക്കളുടെ പാരമ്പര്യമാണ്. അത് ആണ് ധർമ്മ്യമായിട്ടുള്ളത്. ധർമ്മ്യമായത് നടക്കണം. നമ്മൾ ഒരിക്കലും ഇത്തരം സന്ദർഭങ്ങളിൽ മൃദുവായി പെരുമാറാൻ പാടില്ല. എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾ വേണ്ടപ്പെട്ട ആളുകളാണ്, ബന്ധുക്കളാണ്, അച്ഛനാണ്, അമ്മയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അത് സഹിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ മൃദുവായി പെരുമാറിക്കഴിഞ്ഞാൽ മൃദുർഹി പരിഭൂയതേ, മൃദുലമായി സ്നേഹമസരണമായി പെരുമാറുന്നവർ, അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും ധർമ്മമാണെങ്കിൽ പോലും അവർ തോറ്റുപോകും. അവർ തോൽക്കുന്നതോടൊപ്പം ധർമ്മം തോറ്റുപോകും. ധർമ്മം ഒരിക്കലും തോൽക്കാൻ പാടില്ല. ധർമ്മം ജയിക്കണം, സത്യം ജയിക്കണം. സത്യമേവ ജയതേ നാനൃതം. ഇതാണല്ലോ ഉപനിഷത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ സത്യം തന്നെയാണ് ധർമ്മം, ധർമ്മം തന്നെയാണ് സത്യം. അതുകൊണ്ട് ധർമ്മത്തെ രക്ഷിക്കാൻ കടപ്പെട്ടവനായ ക്ഷത്രിയൻ, വിശേഷിച്ചും ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന രാജകുമാരൻ, സന്ദർഭത്തിനനുസരിച്ചിട്ട് ആയുധം എടുക്കേണ്ടടുത്ത് ആയുധം എടുക്കുക തന്നെ വേണം. മുന്നിൽ എതിർത്ത് നിൽക്കുന്നത് ആര് എന്ന് പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമല്ല. എതിർത്ത് വരുന്നവർ, ധർമ്മത്തിനെതിരെ വരുന്നവർ ആര് തന്നെയായാലും അവർ ശത്രു തന്നെയാണ്. അവരോട് സ്നേഹം, വാത്സല്യം, മൃദുലത, പരിഗണന ഒന്നും തന്നെ പാടില്ല. എന്തുകൊണ്ടെന്നാൽ മൃദുവായിട്ടുള്ളവൻ തോൽക്കുന്നു. ഇനിയോ പ്രോത്സാഹിതോയം കൈകേയ്യ സന്തുഷ്ടോ യതിനഃ പിതാ. നമ്മുടെ പിതാവ് അദ്ദേഹം കൈകേയിയാൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട് പ്രേരിപ്പിക്കപ്പെട്ട് ഇങ്ങനെ അങ്ങയ്ക്ക് വിപരീതമായിട്ട്, ധർമ്മത്തിനും വിപരീതമായിട്ട് പ്രവർത്തിച്ചാലോ അമിത്രഭൂതോ, അദ്ദേഹം അമിത്രമായി ശത്രുവായിട്ട് പരിണമിച്ചാലോ എന്തു വേണം? നിശങ്കം ബധ്യതാം വധ്യതാമപി. പിന്നെ യാതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. യാതൊരു സംശയവും കൂടാതെ നിശങ്കം ബധ്യതാം, അദ്ദേഹത്തെ ബന്ധിക്കണം. അച്ഛൻ തന്നെ കൈകേയിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചാൽ അദ്ദേഹത്തെ ബന്ധിക്കണം, കാരാഗൃഹത്തിലിടണം. വേണ്ടി വന്നാൽ വധ്യതാമപി, വധിക്കുകയും വേണം. അത് ക്ഷത്രിയന്റെ ചുമതലയാണ്. ധർമ്മത്തെ രക്ഷിക്കുക ക്ഷത്രിയന്റെ ചുമതലയാണ്. എതിർത്ത് വരുന്നവർ ആര് തന്നെയായാലും അധർമ്മപക്ഷത്തുള്ളവർ അവരെ വേണ്ടുന്ന പ്രകാരത്തിൽ ശിക്ഷിക്കണം. ബധ്യതാം വധ്യതാമപി. എന്നിട്ട് ലക്ഷ്മണൻ തുടർന്ന് പറയുന്നു, ഗുരുരപി അവലിപ്തസ്യ കാര്യാകാര്യം അജാനതഃ ഉത്പഥം പ്രതിപന്നസ്യ കാര്യം ഭവതി ശാസനം. ഗുരുവായിരുന്നാൽ പോലും, വളരെയേറെ ബഹുമാനിക്കേണ്ട ആളായിരുന്നാൽ പോലും, ബഹുമാനിതരായ ആളുകൾ പല പ്രകാരത്തിൽ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകും. അങ്ങനെ ബഹുമാനിക്കേണ്ട ആളായിരുന്നാൽ പോലും അദ്ദേഹം അഹങ്കാരം കൊണ്ട്, അവലേപം കൊണ്ട്, അഹങ്കാരം കൊണ്ട് അങ്ങനെ അജ്ഞതയും വർദ്ധിച്ചിട്ട്
കാര്യാകാര്യം അജാനത, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിൽക്കുന്നില്ല. അരുതുന്നതും അരുതാത്തതും വേർതിരിച്ച് ചിന്തിക്കാൻ നിൽക്കാതെ ഏതെങ്കിലും ഒരു പക്ഷം ആദ്യമേ ചാടിപ്പിടിക്കുന്നു, എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേര് പറഞ്ഞിട്ട്. അങ്ങനെ ആ പക്ഷം പിടിച്ചിട്ട് ഉത്പഥം പ്രതിപന്നസ്യ, അരുതാത്തതായ മാർഗത്തിൽ അവർ ചാടി വീഴുന്നു, അവിടെ എത്തിച്ചേരുന്നു, ആ മാർഗത്തെ പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ ആര് തന്നെയായാലും കാര്യം ഭവതി ശാസനം, അവരെ ശാസിക്കുക തന്നെ വേണം. ഈ ശ്ലോകം മഹാഭാരതത്തിലും കാണാം. മഹാഭാരതത്തില് അമ്പയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് പരശുരാമൻ തന്നെ ഭീഷ്മന്റെ മുന്നിൽ വരുമ്പോ ഭീഷ്മൻ ഇതേ ശ്ലോകം പറയുന്നുണ്ട്. ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് എന്റെ പ്രതിജ്ഞയെ ലംഘിക്കാനാവില്ല, ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അതുകൊണ്ട് അമ്മയെ സ്വീകരിക്കാനാവില്ല. അമ്പ ആഗ്രഹിച്ചതനുസരിച്ചിട്ട് വിധിപ്രകാരം സാൽവന്റെ സമീപത്തേക്ക് ഞാൻ അയച്ചു. അമ്പയുടെ ഈ അവസ്ഥയ്ക്ക് ഞാൻ ഉത്തരവാദിയല്ല. അമ്പയുടെ പിതാവായ കാശിരാജാവ് അമ്പ, അംബിക, അംബാലിക ഈ മൂന്നുപേരെയും വീരശുൽക്കുകളായി പ്രഖ്യാപിച്ചു. അതനുസരിച്ച് തന്നെ ഞാൻ എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ച് എന്റെ അനുജന് വേണ്ടിയിട്ട്, വിചിത്ര വീര്യന് വേണ്ടിയിട്ട് അവരെ ഹസ്തിനാപുരത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് സാൽവനോട് തനിക്കുള്ളതായ അനുരാഗത്തെക്കുറിച്ച് അമ്പ പറഞ്ഞത്. വിധിപ്രകാരം ധാത്രിയോടൊപ്പം അതേപോലെ തന്നെ അനേകം സേവകന്മാരോടൊപ്പം ബ്രാഹ്മണരോടൊപ്പം ഒരു രാജകുമാരിയെ എങ്ങനെയാണോ യാത്രയാക്കേണ്ടത് അതേ പ്രകാരത്തിൽ അമ്പയെ സാൽവന്റെ സമീപത്തേക്ക് അയച്ചു. സാൽവൻ അമ്പയെ സ്വീകരിച്ചില്ല. അപ്പോ അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. ഇനി എന്റെ അനുജന് വേണ്ടിയിട്ട് അമ്പയെ ഹസ്തനാപുരത്ത് സ്വീകരിക്കാനും ആവില്ല. ഇതെല്ലാം അങ്ങക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. എന്റെ വ്രതത്തെ എനിക്ക് അതിലംഘിക്കാനും ആവില്ല. അതിനാൽ അങ്ങ് ഗുരുവാണെങ്കിലും അങ്ങയുടെ ഈ വാക്ക്, അമ്പയെ വിവാഹം കഴിക്കുക എന്നുള്ള വാക്ക് എനിക്ക് പരിപാലിക്കാനാവില്ല. എന്നാൽ യുദ്ധം, ഇതായി പരശുരാമൻ. അവിടെ പരശുരാമൻ ചിന്തിക്കുന്ന വാക്യാണിത്. ഗുരുവായിരുന്നാൽ പോലും അവലേപം കൊണ്ട് കാര്യാകാര്യങ്ങൾ അറിയാതെ തെറ്റായിട്ടുള്ള മാർഗത്തിലേക്ക് ചാടി വീണ് കഴിഞ്ഞാൽ ശാസിക്കുക തന്നെ വേണം. യുദ്ധമെങ്കിൽ യുദ്ധം എന്ന് ഭീഷ്മനും പരശുരാമനോട് പറഞ്ഞു. അങ്ങ് എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തെങ്കിൽ അങ്ങയുടെ ശിഷ്യനായ ഞാൻ അത് തന്നെ അനുസരിക്കുന്നു. ചെന്ന് ആയുധങ്ങളെല്ലാം തേരിൽ വെച്ച്, അതേപോലെ തന്നെ കവചകുണ്ടലാദികളും ഒക്കെ തേരിൽ വെച്ച് അദ്ദേഹം നഗരവാദനായിട്ട് തൊഴുകയോടെ നടന്ന് ഗുരുനാഥന്റെ മുമ്പിൽ ചെന്ന് ദണ്ഡ നമസ്കാരം ചെയ്തിട്ട് പ്രദക്ഷിണം ചെയ്ത് തൊഴുത് നേരെ വന്ന് തന്റെ തേരിൽ കയറി ആയുധങ്ങളെല്ലാം വേണ്ടി ഗുരുവിനോട് യുദ്ധം. അങ്ങനെ ഈ ശ്ലോകം അവിടെയും നമ്മൾ അത് മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിലാണ് അത് വരുന്നത്. അംബോപാഖ്യാനം അവിടെയും നമ്മൾ കാണും. ബലമേഷ കിമാശ്രിത്യ ഹേതും വാ പുരുഷോത്തമ ധാതുമിച്ഛതി കൈകൈയ്യൈ ഉപസ്ഥിതമിതം തവ. അല്ലയോ രാമ, ഈ മഹാരാജാവിന് ഇതെങ്ങനെ നിർവഹിക്കാനാകും? അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹത്തെ, ഈ രാജ്യത്തെ കൈകൈക്ക് കൊടുക്കാൻ എങ്ങനെ സാധിക്കും? എന്ത് ബലമാണ് അദ്ദേഹത്തിനുള്ളത്? ഏത് ബലത്തെ ആശ്രയിച്ചിട്ടാണ് അദ്ദേഹം അങ്ങേ കാട്ടിലേക്ക് പറഞ്ഞയക്കുക, ഭരതനെ രാജാവാക്കുക? ഈ കിരീടം അങ്ങയ്ക്ക് ലഭിച്ചതാണ്, അങ്ങയ്ക്ക് അവകാശപ്പെട്ടതാണ്. അതിതാ അങ്ങയുടെ മുന്നിൽ എത്തി നിൽക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന് തൊട്ടു മുമ്പുള്ളതായ മുഹൂർത്തമാണിത്. അങ്ങനെ അങ്ങയ്ക്ക് കൈവന്നിരിക്കുന്നതായ ഈ അധികാരത്തെ അങ്ങയ്ക്ക് തരില്ല എന്ന് കൽപ്പിച്ചിട്ട് കൈകേയിക്ക് കൊടുക്കാൻ മഹാരാജാവ് ആഗ്രഹിച്ചാൽ അദ്ദേഹത്തിന് അതെങ്ങനെ സാധിക്കും? എന്ത് ബലത്തിലാണ് അദ്ദേഹം ഈ ആഗ്രഹത്തെ നടപ്പിലാക്കുക? അല്ലയോ രാമ, ദശരഥ മഹാരാജാവിന് അത് സാധ്യമേ അല്ല. ത്വയാജൈവ മയാജൈവ കൃത്വാ വൈരമനുത്തമം കാസ്യശക്തി ശ്രിയം ദാതും
ഭരതായ അരിശാസന, അല്ലയോ രാമ അരിശാസന, ശത്രുക്കളെയെല്ലാം കീഴ്പ്പെടുത്തുന്നവനെ. മഹാരാജാവിന് അങ്ങയെയും എന്നെയും ശത്രുവായി കണ്ട് അങ്ങനെ ശത്രുവായി പ്രഖ്യാപിച്ച് നമ്മോട് മത്സരിച്ച് ഈ ഐശ്വര്യത്തെ, രാജ ഐശ്വര്യത്തെ ഭരതന് വേണ്ടി കൊടുക്കാൻ എന്ത് ശക്തിയാണുള്ളത്? നമ്മെ രണ്ടുപേരെയും പടക്കളത്തിൽ അദ്ദേഹത്തിന് എതിർക്കാനാകുമോ? അതിനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ടോ? ലക്ഷ്മണൻ ചോദിക്കുന്നു ശ്രീരാമനോട്. അനുരക്തോസ്മി ഭാവേന ഭ്രാതരം ദേവി തത്വത സത്യേന ധനുഷാജൈവ ദത്തേന ഇഷ്ടേന തേ ശപേ. ലക്ഷ്മണകുമാരൻ രാമനോട് ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും പ്രളയാഗ്നി പോലെ ജ്വലിച്ചു എന്നുകൊണ്ടാണ് രാമനോട് ലക്ഷ്മണൻ ഇതൊക്കെ പറയുന്നത്. രാമന്റെ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല. ഈ വാക്കുകളൊന്നും രാമൻ അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തം. ലക്ഷ്മണൻ പറയുന്നത് ക്ഷത്രിയ ധർമ്മമാണ്. അധർമ്മത്തെ എതിർക്കുക എന്നുള്ളത് ക്ഷത്രിയന്റെ ചുമതലയാണ്. അത് തന്നെയാണ് ലക്ഷ്മണൻ പറയുന്നത്. വിശേഷിച്ചും രാമനോട് ലക്ഷ്മണന് അത്രയേറെ സ്നേഹ ആദരങ്ങളുമുണ്ട്. രാമന്റെ ബഹിശ്ചര പ്രാണനാണ്, വെളിയിൽ സഞ്ചരിക്കുന്ന പ്രാണനാണ് ലക്ഷ്മണൻ. അത്രയേറെ ആത്മബന്ധമാണ് അവർ തമ്മിൽ. ഈ രണ്ട് കാരണങ്ങളാൽ ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അടരാടൻ ലക്ഷ്മണൻ തയ്യാറായി നിൽക്കുകയാണ്. ആരാണ് എതിർത്ത് വരുന്നത് എന്ന് കാണാം. ആര് വന്നാലും, അത് പിതാവ് തന്നെ ആയാലും നേരിടും, ആയുധം കൊണ്ട് നേരിടും. പക്ഷേ അത് രാമന്റെ ധർമ്മനിഷ്ഠയ്ക്ക് ചേരുന്നതല്ല. അത്രയും ലക്ഷ്മണൻ മനസ്സിലാക്കിയില്ല. ലക്ഷ്മണൻ പറഞ്ഞിടത്തോളം ശരി തന്നെയാണ്, ലക്ഷ്മണന്റെ പക്ഷം ശരി തന്നെയാണ്. പക്ഷേ ലക്ഷ്മണൻ രാമന്റെ പക്ഷം കൂടി ഒന്ന് ചിന്തിക്കണമായിരുന്നു. ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് ഏതൊരു സന്ദർഭത്തിലായാലും എല്ലാ പക്ഷങ്ങളെയും അങ്ങേയറ്റം സന്തുലിതമായ മനസ്സോടുകൂടിയിട്ട് അപഗ്രഥിച്ച തെളിവുകളുടെ ബലത്തിൽ ചിന്തിക്കണം. എന്നിട്ട് വേണം ഒരു തീരുമാനത്തിലെത്താൻ. ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ എടുക്കാവുന്ന, കൈക്കൊള്ളാവുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ലക്ഷ്മണൻ പുറപ്പെട്ടത്. അതിൽ ലക്ഷ്മണൻ ശരി തന്നെ ചെയ്തിരിക്കുന്നു. ക്ഷത്രിയ ധർമ്മം അത് തന്നെയാണ്, ലക്ഷ്മണൻ ശരി തന്നെ ചെയ്തിരിക്കുന്നു. പക്ഷേ രാമന് അത് സാധ്യമല്ല. അതാണ് രാമന്റെ മുഖത്ത് ലക്ഷ്മണന്റെ വാക്കുകളെ സ്വീകരിക്കുന്നതായ ഒരു ഭാവവും കണ്ടില്ല. അപ്പൊ ലക്ഷ്മണന് മനസ്സിലായി തന്റെ വാക്കുകളെ ജ്യേഷ്ഠൻ സ്വീകരിക്കുന്നില്ല എന്ന്. ലക്ഷ്മണൻ ഉടൻ തന്നെ അമ്മയോട് പറയാണ്, അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട്, കൗസല്യയെ സമാധാനിപ്പിച്ചുകൊണ്ട് അമ്മയോട് പറയാണ്, അല്ലയോ അമ്മേ, ഞാനിതാ എന്റെ ഈ വില്ലിന്റെ നാമധേയത്തില് അമ്മയോട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ക്ഷത്രിയന്റെ പ്രാണൻ നിലനിൽക്കുന്നത്, വിജയം നിലനിൽക്കുന്നത്, ഐശ്വര്യം നിലനിൽക്കുന്നത്, സാമ്രാജ്യം നിലനിൽക്കുന്നത് വില്ലിന്റെ പുറത്താണ്, വില്ലിലുള്ള വൈഭവത്തിലാണ്. ധർമ്മത്തെ ക്ഷത്രിയൻ രക്ഷിക്കുന്നതും വില്ലിലുള്ള വൈഭവത്താലാണ്. അങ്ങനെയുള്ള ഈ വില്ലിന്റെ പേരില് ഞാനിതാ അമ്മയോട് ശപഥം ചെയ്യുന്നു.